പ്രിയ സീറോ മലബാർ സഭ വിശ്വാസികളെ, സ്നേഹിതരെ, ആൻ ആക്ഷൻ ത്രില്ലർ ഓഫ് ബ്ലഡ്, ഫൈറ്റ്, ചേസ്, ചീറ്റ്, സെക്സ്, ത്രിൽ ആൻഡ് കിൽ ഡ്രാമ ഹിറ്റ്സ് ദ തിയേറ്റേഴ്സ് അറൗണ്ട് ദ വേൾഡ്. ചില മസാല പടങ്ങളുടെ റിലീസിന് മുൻപ് പരസ്യം ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ ഇന്ന് സീറോ മലബാർ സഭയെ ചിത്രീകരിച്ചാൽ എങ്ങനെയിരിക്കും? ഭൂമി വിൽപ്പന, സമവായം, അനുനയം, കൈമുത്ത്, ഗൂഢാലോചന, കുതന്ത്രം, കുതികാൽ വെട്ട്, തമ്മിൽ തല്ല്, കൂട്ടത്തിൽ പുട്ടിന് വീര പോലെ യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ധ്യാനക്കാരും. ഇതാണ് ഇന്നത്തെ സീറോ മലബാർ സഭ. ചെറുപ്പക്കാരെല്ലാം നാടുവിട്ടു. സുബോധവും സത്യവിശ്വാസവും ഉള്ളവർ സഭയിൽ നിന്ന് അകന്നിരിക്കുന്നു. ചില മെത്രാന്മാരുടെ വിലാപമാണ്. എന്താണ് ഇതിന് കാരണം? ബാഹ്യമായ ശക്തികളാണോ? അല്ല. കളവും നേർച്ചത്തട്ടിപ്പും വ്യഭിചാരവും വിശ്വാസവഞ്ചനയും ചെയ്തിട്ട് അവയെല്ലാം ന്യായീകരിക്കുവാൻ കാനോൻ നിയമത്തെ കൂട്ടുപിടിക്കുന്ന കർദിനാൾ ആരഞ്ചേരിയിൽ തുടങ്ങി അദ്ദേഹത്തിന് കുടപിടിക്കുന്ന വഴിപിഴച്ച ബഹുഭൂരിപക്ഷം മെത്രാന്മാരും അടങ്ങുന്ന സീറോ മലബാർ സീനഡാണിതിന് കാരണം. സീറോ മലബാർ സഭ തകരും, അല്ലെങ്കിൽ തകരണം എന്നിവർ ആശിക്കുന്നു. തകരുമ്പോൾ കാനോൻ നിയമം പറഞ്ഞ് സഭയുടെ ബൃഹത്തായ സ്വത്തുക്കൾ തങ്ങൾക്ക് വിറ്റു തുലയ്ക്കാം. അതിന് കുടപിടിക്കുവാൻ മാടമ്പികളായ മെത്രാന്മാരുടെ തീന്മേശയിൽ നിന്ന് അടർന്നു വീഴുന്ന അപ്പക്കഷ്ണങ്ങൾക്കായി നാവിൽ വെള്ളമുറി കാത്തിരിക്കുന്ന ലാസറന്മാരായ കുറേ മാർത്തോമ മാർഗികളും MTNS പോലുള്ള പിണിയാളുകളെയും അവർ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. MTNSൻ്റെ അർത്ഥം തന്നെ മെത്രാൻ തന്നാൽ നമ്മൾ സംഘടിക്കും എന്നായിട്ടുണ്ട്. ഇവരാണ് സഭാസ്നേഹികൾ എന്ന് പറഞ്ഞ് മെത്രാൻ സംഘത്തിൻ്റെ എല്ലാ അതിക്രമങ്ങൾക്കും കുടപിടിക്കുവാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കലാപം നടത്തുന്നത്. യഥാർത്ഥത്തിൽ കുർബാന തർക്കമല്ല, കാനോൻ കളവ് തർക്കമാണ് സീറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്നത്. സഭാ നേതൃത്വത്തിൻ്റെ ധാർമ്മിക അധപതനത്തിൻ്റെ രണ്ട് പ്രതീകങ്ങളാണ് 15/3/2023 സുപ്രീം കോടതി വിധിയിൽ ക്രിമിനൽ കേസിൽ പ്രതിയായതിനെ തുടർന്ന് ജാമ്യത്തിൽ കഴിയുന്ന കർദിനാൾ ആലഞ്ചേരി. മറ്റൊരാളാണ് കുറവിലങ്ങാട്ടെ കന്യാസ്ത്രീ പീഡകൻ ബിഷപ്പ് ഫ്രാങ്കോ. എൻ്റെ പേരിലുള്ള ഞാൻ പണിതു നൽകിയ മഠത്തിൽ എന്നെ സൽക്കരിക്കുവാൻ അന്തേവാസികളായ കന്യാസ്ത്രീകൾ എപ്പോഴും തയ്യാറായിരിക്കണമെന്നാണ് അയാൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താനും കന്യാസ്ത്രീയുമായുണ്ടായത് ബലാത്സംഗമല്ല, ഉഭയസമ്മതപ്രകാരമുള്ള സംഘമാണ് എന്ന് കോടതിയിൽ ഒരു ഉളുപ്പുമില്ലാതെ എഴുതി നൽകിയപ്പോൾ ബലാത്സംഗം സംശയാതീതമായി തെളിയിക്കുവാൻ കഴിഞ്ഞില്ല എന്നതിനാലാണ് അയാളെ കോടതി തൽക്കാലം വെറുതെ വിട്ടിരിക്കുന്നത്. കേരള സർക്കാരും അതിന് ഒത്താശ നൽകി. ഇപ്പോൾ കോട്ടയം കളത്തിപ്പടിയിൽ യാമപ്രാർത്ഥന, ധ്യാന പരിപാടികളൊക്കെയായി ജലന്ധർ രൂപതയിൽ നിന്നും കൊള്ളയടിച്ച കോടികളുടെ ബലത്തിൽ അവിടെ കഴിയുന്നു. അപ്പീൽ കേസ് നിലവിലുണ്ട്. ഇത്തരം ക്രിസ്തുവിരുദ്ധ വിശ്വാസവിരുദ്ധ നടപടികളുമായി ജീവിക്കുന്ന മനുഷ്യർ എന്തുകൊണ്ടാണ് ഇന്നും പുരോഹിത വേഷധാരികളായി നമ്മുടെ തലയ്ക്ക് മുകളിൽ കഴിയുന്നത്? ഇവർക്ക് കിട്ടിയത് ദൈവവിളിയോ അതോ ദ്രവ്യവിളിയോ? കാമക്രോധമോഹങ്ങളുടെ പൂർത്തീകരണത്തിനുള്ള ദ്രവ്യവിളി. കർദിനാൾ കട്ടാൽ മെത്രാന്മാരും കക്കും, തുടർന്ന് പുരോഹിതന്മാരും ശിങ്കിടികളും. ഇങ്ങനെ സഭയാകമാനം ഒരു അവിഹിതത്തിൻ്റെ കരിനിഴൽ പടർന്നിരിക്കുന്നു. ഇതിൻ്റെ ഫലമാണ് സീറോ മലബാർ സഭാ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിലും അദ്ദേഹത്തിൻ്റെ എറണാകുളം അങ്കമാലി അതിരൂപത വികാരി ആർച്ച് ബിഷപ്പ് പാമ്പ്ളാനിയും എറണാകുളത്തെ വൈദിക നേതൃത്വവും അൽമായ നേതൃത്വവും തമ്മിലുണ്ടാക്കിയ സമവായ തീർപ്പിനെ തുരങ്കം വയ്ക്കുവാൻ കാനോൻ നിയമം പറഞ്ഞ് നേരത്തെ തട്ടിക്കൂട്ടിയ സഭാകോടതി എന്ന ട്രിബ്യൂണൽ രംഗത്ത് വന്നിരിക്കുന്നത്. പാമ്പ്ളാനിയെ പൂമ്പാറ്റ വിഴുങ്ങി എന്നൊക്കെയാണ് സഭാസ്നേഹികൾ എന്ന കർദിനാൾ പിണിയാളുകൾ പറഞ്ഞു നടക്കുന്നത്. ഒന്നും നേരെയാവില്ല, ആക്കില്ല. എറണാകുളത്ത് കർദിനാൾ നേരത്തെ പറഞ്ഞു വെച്ച, തൻ്റെ തൊപ്പി തെറിച്ചപ്പോൾ പല്ല് ഞെരിച്ചുകൊണ്ട് പ്രഖ്യാപിച്ച കാണാൻ പോകണ പൂരം ഇപ്പോൾ നിറഞ്ഞാടുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂട്ടുപ്രതികളായ എറണാകുളത്തെ ക്യൂരിയാംഗങ്ങളെ വീണ്ടും അതിരൂപതയുടെ താക്കോൽ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. കളവും മറ്റു കുറ്റകൃത്യങ്ങളും ചെയ്ത് തഴക്കം വന്നവരെ. ഇത് സഭയുടെ നന്മയല്ല, നാശമാണ് വരുത്തുക. കർദിനാൾ ക്യാൻസർ പടരുകയാണ്. പുതിയ ക്യൂരിയക്കാരും അത്ര വെടിപ്പല്ല, പല കേസുകളിലെയും പ്രതികളാണ്. അപ്പോൾ പ്രിയ വിശ്വാസികളെ, നാം ഇന്ത്യക്കാരാണ്. ഈ സംസ്കൃതിയിൽ ജനിച്ചു വളർന്ന് നമ്മുടെ അനേക തലമുറകൾ
വിയർപ്പും രക്തവും നൽകി വളർത്തിയെടുത്തതാണ് ഈ സഭയും സ്വത്തുക്കളും. അതിൻ്റെ മേൽ കാനോൻ നിയമം പറഞ്ഞ് അടയിരിക്കുന്ന ഇവർ ക്രിസ്ത്യാനികളെ അല്ല. അതിനാൽ നമ്മൾ വിശ്വാസികൾക്ക് തുണയായുള്ളത് ഇന്ത്യയിലെ നിയമസംഹിതയാണ്. അതുമാത്രമാണ് രക്ഷ. അതിൻ്റെ ഫലമാണ് കർദിനാളിനും ഫ്രാങ്കോയ്ക്കും തൊപ്പിപ്പോയതും അവർ ഇന്ത്യൻ ജയിലുകളെ ഓർത്ത് ദുസ്വപ്നം കാണുന്നതും. എറണാകുളത്തെ ക്രിമിനൽ ക്യൂരിയയെ സമവായത്തെ തുടർന്ന് മാറ്റപ്പെട്ടതാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? അല്ലേയല്ല. ജോഷി വർഗീസ് വേഴ്സസ് കാർഡിനൽ ജോർജ് ആലഞ്ചേരി എന്ന കേസിൽ 26/6/2025 കാക്കനാട് കോടതിയിൽ വിചാരണ നടന്നു. എറണാകുളം അതിരൂപതയുടെ മെത്രാപ്പൊലിറ്റൻ വികാരിയായ ബിഷപ്പ് പാംബ്ലാനി 3-ാം വട്ടവും ഹാജരായില്ല. അദ്ദേഹത്തിൻ്റെ വക്കീൽ പതിവ് പല്ലവി തുടർന്നു. 2 വലിയ രൂപതകളുടെ ചുമതലയുണ്ട്, തിരക്കാണ്. ഇതൊക്കെ സ്ഥിരം പല്ലവിയാണ്, ശരിയായ കാരണം എഴുതിത്തരിക, കോടതി ആവശ്യപ്പെട്ടു. അപ്പോൾ 26/6/2016 ഭാരതമാതാ കോളേജിന് എതിർവശത്തുള്ള 69 സെൻറ്റ് ഭൂമി ബ്രോക്കർ സാജു വർഗീസിൻ്റെ പേരിൽ എഴുതി കൊടുത്തപ്പോൾ കർദിനാളിനു വേണ്ടി ക്രിമിനൽ ക്യൂരിയ ചാൻസലർ ജോഷി പുതുവ മുഴുവൻ പണവും കിട്ടിബോധിച്ചതായി ഏറ്റുപറഞ്ഞെന്ന് അന്നത്തെ രജിസ്ട്രാർ ഇക്കഴിഞ്ഞ മെയ് 22 കാക്കനാട് കോടതിയിൽ സാക്ഷി പറഞ്ഞതിനെ തുടർന്ന് ഇനി കോടതിക്ക് കിട്ടേണ്ടത് 26/6/2016 ആധാരപ്രകാരമുള്ള പണം എറണാകുളം അരമനയിൽ കിട്ടി ബോധിച്ചതിൻ്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുമാണ്. ആയതിനാൽ ഇത് രണ്ടും എറണാകുളം അരമനയിൽ നിന്നും കണ്ടുകിട്ടിയില്ല എന്ന് പാംബ്ലാനിക്ക് വേണ്ടി വക്കീലിന് എഴുതി നൽകേണ്ടി വന്നു. അതിൻ പ്രകാരം 27/7/2025 കേസ് മാറ്റി കോടതി പാംബ്ലാനിക്ക് ഒരവധി കൂടി നൽകിയിരിക്കുകയാണ്. അപ്പോൾ എക്കാലവും ഭൂമി കളവ് കേസിലെ 2-ാം പ്രതി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചാൻസലറായി ഭൂമി കളവ് കേസിലെ തൊണ്ടി മുതൽ രേഖകളിന്മേൽ അവിടെ അടയിരിക്കാനാവുമോ? അങ്ങനെ വന്നാൽ 27/7/2025 കോടതി ആവശ്യപ്പെട്ട രേഖകൾ സാക്ഷ്യപ്പെടുത്താനായില്ലെങ്കിൽ പാംബ്ലാനിക്കെതിരെ വാറണ്ട് പുറപ്പെടുവിക്കും. ജോഷി പുതുവയുടെ ജാമ്യം റദ്ദാകും. കൂട്ടത്തിൽ 1-ാം പ്രതി ആലഞ്ചേരിയുടെയും. ആയതിനാൽ ക്രിമിനൽ ക്യൂരിയ പോയേ തീരൂ. അത് ആലഞ്ചേരിയുടെയും സംഘത്തിൻ്റെയും ആവശ്യമാണ്. പകരം വന്നവരും മോശക്കാരല്ല, വേലിപ്പുറത്തെ തേങ്ങകൾ, ചതിയന്മാർ. അതിനാൽ പ്രിയ വിശ്വാസികളെ, സഭ നിലനിൽക്കണമെങ്കിൽ, ക്രിസ്തു വിശ്വാസം നിലനിൽക്കണമെങ്കിൽ ജോഷി വർഗീസിൻ്റെ കേസിൽ വിശ്വാസികൾ ജയിക്കണം. കർദിനാളും ക്രിമിനൽ സംഘവും ജയിലിൽ പോകണം. അതാണ് കാലത്തിൻ്റെ ദൈവനീതി, സഭയുടെ രക്ഷയും. നന്ദി.